മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, 2 ദിവസം മാത്രം അവശേഷിക്കെ സ്കൂൾ കലാമാമാങ്കത്തിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളിലേക്ക് കൊല്ലം കടക്കുകയാണ്. എങ്ങനെ വിലയിരുത്താം? രോഹിണി, ഉത്സവ ലഹരിയിൽ തന്നെയാണ് കൊല്ലം നഗരം എന്ന് പറയും. 2008 ഇതിനു മുമ്പ് കൊല്ലത്ത് കലോത്സവം വിരുന്നെത്തിയത്. അതുകൊണ്ട് തന്നെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള 1.5 പതിറ്റാണ്ടിന് ശേഷമുള്ള ആ കൊല്ലത്ത് വിരുന്നെത്തുന്ന ആ കലോത്സവ മാമാങ്കം, ആ കൗമാരോത്സവം ഏറ്റവും മനോഹരമായി തന്നെ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് നാട്ടുകാരും സംഘാടകരും എല്ലാം. അതിന്റെ അവസാനവട്ട തയ്യാറെടുപ്പുകളെല്ലാം ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആശ്രമം മൈതാനത്തെ പ്രധാന വേദിയിൽ ഏകദേശം 85% തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്കാണ് പന്തലിന്റെ സമർപ്പണം നടക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ പന്തൽ സമർപ്പണ ചടങ്ങ് ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കും. രാവിലെ കോഴിക്കോട്ട് നിന്നും പുറപ്പെടുന്ന സ്വർണ്ണ കപ്പ് ഘോഷയാത്ര നാളെ വൈകിട്ട് 3 മണിയോടുകൂടി ആശ്രമ മൈതാനത്ത് എത്തും. വിവിധ ഭാഗങ്ങളിലെ സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നാളെ വൈകുന്നേരത്തോടുകൂടി സ്വർണ്ണക്കപ്പ് ഇവിടെ എത്തുക. ഇന്ന് റോഡ് ഷോയും വിളംബര ജാഥയുമെല്ലാം ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി കൊല്ലം നഗരത്തിൽ നടക്കുന്നുണ്ട്. കൊല്ലം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സ്കൂളുകളും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് ഇപ്പോൾ കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കലോത്സവത്തെ വരവേൽക്കുന്നതിന് വേണ്ടി നാളെ കഴിഞ്ഞ് 4-ാം തീയതി രാവിലെ 9 മണിക്കാണ് ഈ കൊടിമരം പതാക ഉയർത്തൽ നടക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി ഉദ്ഘാടന സമ്മേളനം നടക്കും. 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷം ഒരു ദൃശ്യവിസ്മയം എന്ന പേരിൽ ഒരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. അത് ഗോത്രകലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗോത്ര കലാരൂപങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഈ തവണത്തെ കലോത്സവ വേദിയിൽ ഉണ്ടാകുക. അത് കാസർകോട്ടെ ഗോത്ര കലാരൂപമായിട്ടുള്ള മംഗലങ്കൽ യക്കളിയാണ് ഇത്തവണ അവതരിപ്പിക്കുന്നത്. അതൊരു ഒരു പ്രചരണം എന്ന രീതിയിലാണ് ഇത്തവണത്തെ കലോത്സവത്തിൽ ഉണ്ടാകുക. അടുത്ത വർഷം തൊട്ട് അത് ഈ ഗോത്ര കലാരൂപങ്ങൾ മത്സര ഇനമായിട്ട് തന്നെ കലോത്സവത്തിൽ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം മോഹിനിയാട്ട മത്സരമാണ്, പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരമാണ് പ്രധാന വേദിയിൽ ആദ്യം നടക്കുക. വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ അവസാനവട്ട തയ്യാറെടുപ്പുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ കമ്മിറ്റികൾ, ഭക്ഷണ കമ്മിറ്റി, പന്തൽ കമ്മിറ്റി, മറ്റ് അനുബന്ധ കമ്മിറ്റികളുടെയും എല്ലാം, അക്കോമഡേഷൻ കമ്മിറ്റി തുടങ്ങിയവരുടെ എല്ലാം നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ അവസാനവട്ട തയ്യാറെടുപ്പുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും നാളെയുമായിട്ട് ഈ ആളുകളെല്ലാം വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളുമായി രക്ഷിതാക്കളും അധ്യാപകരും എല്ലാം കൊല്ലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കും. കൊല്ലം നഗരത്തിന്റെ KSRTC സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലുമെല്ലാം ഈ പ്രത്യേകം ഹെൽപ്പ് ഡെസ്കുകൾ നാളെ തൊട്ട് സജീവമാകും. ഈ എത്തുന്ന ആളുകളെ കൃത്യമായിട്ട് വേദിയിലേക്കും മറ്റ് അക്കോമഡേഷൻ സ്ഥലങ്ങളിലേക്കുമൊക്കെ എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഹെൽപ്പ് ഡെസ്കുകളുടെ നേതൃത്വത്തിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലും KSRTC ബസ് സ്റ്റാൻഡിലും സജ്ജമാകും. നാളെ മുതലാണ് ഈ ഹെൽപ്പ് ഡെസ്കുകൾ അവിടെ തുറക്കുക. ഭക്ഷണ കാര്യത്തിന് കലവറ ഒരുക്കൽ ചടങ്ങ് പരിപാടി ഇന്നലെ നടന്നിരുന്നു. പഴയിടം മോഹനം നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണയും കലോത്സവത്തിന് രുചി വൈവിധ്യം ഒരുക്കിക്കൊണ്ടുള്ള കലവറ ഒരുങ്ങുന്നത്. മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഭക്ഷണ ക്രമീകരണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ക്രയോൺ സ്കൂളിലാണ് ഈ ഭക്ഷണത്തിന്റെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നാളെ വൈകിട്ട് രാത്രി ഭക്ഷണത്തോടു കൂടി തന്നെ ഈ ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം, ക്രമീകരണങ്ങളെല്ലാം തുടങ്ങും. അതിനുമുള്ള സജ്ജീകരണങ്ങളെല്ലാം അവിടെയും പൂർത്തിയായിട്ടുണ്ട്. അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട് വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളെ താമസിപ്പിക്കുന്നതിന് 31ഓളം സ്കൂളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം സ്കൂളുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ പോലീസിന്റെ അടക്കമുള്ള മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്കൂളുകളിൽ വനിതാ പോലീസുകളുടെ അടക്കം സാന്നിധ്യം ഉണ്ടാകുമെന്നും സംഘാടകർ ഉറപ്പ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും എല്ലാം കലോത്സവ വേദികളിലേക്കും അക്കോമഡേഷൻ സെന്ററുകളിലേക്കും ഒക്കെ എത്തിക്കുന്നതിന് കലോത്സവ വണ്ടി എന്ന പേരിൽ 30ഓളം വണ്ടികൾ, വാഹനങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിലും അതോടൊപ്പം KSRTC സ്റ്റാൻഡിലുമെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭക്ഷണ കമ്മിറ്റി, പന്തൽ കമ്മിറ്റി, സ്റ്റേജ് കമ്മിറ്റി, മറ്റ് കമ്മിറ്റികളുടെ എല്ലാം സംഘാടകരുടെ എല്ലാം നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ, അവസാനവട്ട തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. പന്തലിന്റെ ഏകദേശം 85% നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ഇനി അവസാനവട്ടമായിട്ടുള്ള ചില മുന്നൊരുക്കങ്ങൾ, ചില പരിപാടികൾ മാത്രമാണ് പന്തൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പാക്കാനുള്ളത്. 24
വേദികളാണ് ആകെയുള്ളത്. മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാനവട്ട ഒരുക്കങ്ങൾ ഇങ്ങനെ ദ്രുതഗതിയിൽ പുരോഗമിക്കുമ്പോൾ മിഥുൻ, നമുക്കറിയാം ഈ പ്രധാന വേദിയിൽ നിന്ന് മറ്റു വേദികളിലേക്കൊക്കെ പോകാനുള്ള യാത്രാ സൗകര്യം കുട്ടികൾക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്, അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി. 24 വേദികളാണ് രോഹിണി ആകെ ഉള്ളത്. അതിൽ 23 വേദികളിലും ആദ്യ ദിവസം തന്നെ പരിപാടികൾ ഉണ്ടാകും. ഈ ഓരോ വേദികളും തമ്മിലും 1/2 കിലോമീറ്റർ, മറ്റ് 1 കിലോമീറ്റർ ഒക്കെ വ്യത്യാസമുണ്ട്. ഈ വേദികളിലേക്കൊക്കെ എത്തുന്നതിനുള്ള വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാണ്, വിദ്യാർത്ഥികളെ വേഗത്തിൽ എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് സംഘാടകർ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് തന്നെ ഓരോ വേദികളിൽ നിന്നും അടുത്ത വേദികളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിച്ചേരുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ക്രയൺ സ്കൂളിലാണ് ഈ ഭക്ഷണത്തിന്റെ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. 3 നേരമുള്ള ഭക്ഷണ സൗകര്യം അവിടെ ഉണ്ടാകും. ഈ 2200 ആളുകൾക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള പന്തലാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ ക്രമീകരണങ്ങൾ അവിടെ പുരോഗമിക്കുന്നു. ഈ കൊല്ലം നഗരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവിധ സ്കൂളുകൾ 31ഓളം സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അക്കോമഡേഷൻ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഈ അക്കോമഡേഷൻ സൗകര്യം ഒരുക്കിയിരിക്കുന്ന സ്കൂളുകളിലും ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികളെ അവിടേക്ക് എത്തിക്കുന്നതിനുള്ള വാഹന സൗകര്യം അടക്കം ക്രമീകരിച്ചിട്ടുണ്ട് എന്നുമാണ് നിലവിൽ സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം കലോത്സവ വണ്ടി എന്ന പേരിൽ 30ഓളം വാഹനങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും കലോത്സവ നഗരിയിലേക്കും കലോത്സവത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അക്കോമഡേഷൻ സെന്റർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിന് അവിടെയും വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് ശേഷം റോഡ് ഷോയും വിളംബര ജാഥയും നടക്കുന്നുണ്ട്. നാളെ വൈകിട്ട് 3 മണിക്ക് കോഴിക്കോട് നിന്നും ഘോഷയാത്രയായി എത്തുന്ന സ്വർണ്ണക്കപ്പ് ഇവിടെ കൊല്ലത്ത് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷത്തോടു കൂടി തന്നെയാണ് ആ സ്വർണ്ണക്കപ്പ് കൊല്ലത്ത് വരവേറ്റ് സ്വീകരിക്കുക. കോഴിക്കോട് നിന്നും ഇന്ന് ആതിഥേയരായ കൊല്ലത്തെത്തി അത് ഈ തവണത്തെ മത്സര വിജയി ആരാണോ അവർക്ക് കൈമാറുന്നതിനുള്ള ആ സ്വർണ്ണക്കപ്പിനെ വരവേൽക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും കൊല്ലം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഘോഷയാത്ര എത്തുന്ന ഈ സ്വർണ്ണക്കപ്പിന് വിപുലമായിട്ടുള്ള സ്വീകരണമായിരിക്കും കൊല്ലത്തിന്റെ അതിർത്തി കടന്നെത്തുമ്പോൾ ഒരുക്കുക. അങ്ങനെ പല രീതിയിലുള്ള പല കമ്മിറ്റികളുടെയും 20ഓളം കമ്മിറ്റികളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് ഈ കലോത്സവം ഗംഭീരമാക്കുന്നതിന് വേണ്ടി. അങ്ങനെ വിവിധ കമ്മിറ്റികളുടെയും മറ്റ് സ്കൂളുകളുടെയും ഭാരവാഹികളുടെയും എല്ലാം നേതൃത്വത്തിൽ ഒപ്പം നാട്ടുകാരുടെയും എല്ലാം സഹകരണത്തോടുകൂടി ഈ കലോത്സവ മാമാങ്കം ഏറ്റവും മനോഹരമാക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും 16 വർഷത്തിന്റെ ശേഷം, നീണ്ട ഇടവേളയ്ക്ക് ശേഷം കൊല്ലത്തെത്തുന്ന ആ കലോത്സവം ഏറ്റവും ഗംഭീരമാക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടുത്തെ എല്ലാ നാട്ടുകാർക്കും ഉള്ളത്. അതിനുള്ള ഒരു ഉത്സവ അന്തരീക്ഷം അല്ലെങ്കിൽ ആ ഒരു ഉത്സവ ലഹരി ഇവിടെ ഉള്ള മുഴുവൻ ആളുകളിലും കാണുവാനും സാധിക്കുന്നുണ്ട്. രശ്മി, ശരി. സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന വട്ടത്തിലാണ്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.